ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ യോഗാ ദിനത്തിനോടനുബന്ധിച്ചിട്ടുള്ളതാട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് ഇല്ല, അതുകൊണ്ട് ഒരു ഡോക്ടർ വന്നിട്ട് നമുക്ക് അന്നും ക്ലാസ് തരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പേര് രേഖ എന്നാണ്. അപ്പോൾ നമ്മളെ ക്ലാസ്സുള്ള സമയത്ത് വന്നിട്ട് അതിൻ്റെ ക്ലാസ്സും യോഗാദിനവും ഒക്കെ, യോഗാദിനത്തിനോടനുബന്ധിച്ചുള്ള ക്ലാസ്സും യോഗയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. അപ്പോൾ എന്നും നമ്മുടെ ശരീരവും ആരോഗ്യമൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക, എന്നും യോഗ ചെയ്യാം. ഓക്കെ, ആരെങ്കിലും ഒരാള് യോഗ ഇനിഷ്യേറ്റീവ് എടുക്കണം. ആരെടുക്കാം? ആഷിക്ക്. പറയണം, യോഗ ചെയ്യാൻ പറയണം, ചെയ്യിക്കാൻ പറയണം. ഞാൻ പറഞ്ഞത് ചോദിക്കോ ചെയ്തോന്ന്. പിന്നെയുള്ളത് നമ്മുടെ കഴുത്തിനുള്ളത്. ജസ്റ്റ് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറ്റുന്ന ലെവലിൽ ജസ്റ്റ് കഴുത്തിങ്ങനെ വെക്കുക. ഇവിടെ ഇരുന്നിട്ട് തന്നെ ജസ്റ്റ് ശ്വാസം എടുത്തിട്ട് പറ്റുന്ന ലെവലിൽ മുകളിലും ശ്വാസം എടുക്കണം. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ന്നു. മുകളിലേക്ക് നോക്കുക, പറ്റുന്ന ലെവലിൽ കേട്ടോ. എക്സേൽ ഡൗൺ. അതും ഒരു 5 റൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ സൈഡിലേക്ക് ഇല്ല. പാർശ്വം എന്ന് പറയും. ശ്വാസം നമ്മൾ സൈഡിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് സൈഡിലേക്ക് എവിടെ തിരിയാൻ പറ്റുന്ന അത്രയും തിരിയും. നോക്കുക. എഗെയിൻ ശ്വാസം എടുക്കുക, നമുക്ക് സെന്റർ. ശ്വാസം വിട്ടിട്ട് നമുക്ക് സൈഡിലേക്ക്. വീണ്ടും ശ്വാസം എടുക്കുക, സെന്റർ. ശ്വാസം വിട്ട് സൈഡിലേക്ക്. അതും നമ്മള് ഒരു 5 റൗണ്ട് വരും. അപ്പൊ അതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കഴുത്തിന്റെ വേദന അല്ലെങ്കിൽ മറ്റു അസ്വസ്ഥതകൾ, നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മറന്നിട്ട് അസുഖങ്ങൾ വളരെ കുറവായിരിക്കും. മനസ്സിലായി? ഇപ്പൊ വീണ്ടും കൊറോണയുടെ രീതികളിലേക്ക് വരും. അപ്പൊ നമ്മുടെ ബ്രീത്തിങ് എത്രത്തോളം കൂടുന്ന അത്രത്തോളം നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടുന്ന. മനസ്സിലായി? ബ്രീത്തിങ് മാക്സിമം ഒരു 10 റൗണ്ട്. നെക്സ്റ്റ് വൺ, നിങ്ങൾ ശ്വാസം എടുക്കുക. ശ്വാസം എടുത്ത് നിങ്ങൾക്ക് പറ്റുന്ന ലെവലിൽ മാത്രം സൈഡിലേക്ക്. സൈഡിലേക്ക് ഇൻ ദ സെൻസ് ചെവിടെ നമ്മൾ കുത്തിക്കാൻ ശ്രമിക്കും. കുത്തിക്ക് കുഴപ്പമില്ല, സൈഡിലേക്ക് പറ്റുന്ന പോലെ. വീണ്ടും ശ്വാസം എടുക്കുക, സൈഡിലേക്ക് പതിക്കുക. വീണ്ടും ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് സൈഡിലേക്ക്. അതും ഒരു 5 റൗണ്ട്. ഓക്കെ, ദെൻ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നതിൽ യൂസ് ചെയ്യുക. അതായത് കൈകൾ നിങ്ങൾ രണ്ടായിട്ട് കുത്തിയിരിക്കുന്നു. ജസ്റ്റ് കൈകൾ എടുത്തുകൊണ്ട് നിങ്ങൾ സാധാരണ നിങ്ങൾക്ക് പറ്റുന്ന ലെവലിൽ മുകളിലേക്ക് എക്സൈൽ ചെയ്യുന്നു. കൈകൾ സാധാരണ ഇരുന്നിട്ട് അങ്ങനെ എന്ത് ചെയ്യാം? മനസ്സിലായി? ഇൻഹേൽ ചെയ്യുന്നു നമ്മൾ, എക്സൈൽ നിങ്ങൾ. അതുപോലെ വൈകുന്നേരം നിങ്ങൾ പോവാൻ സമയത്തും അപ്പൊ അത് അവർക്കൊരു ശീലത്തിലേക്ക് വരും. രാവിലെ വന്നവിടെ ഒരു 5 റൗണ്ട് എടുക്കുക. ആദ്യം ചിലർ ഇരിക്കില്ല, പക്ഷെ ഡെയിലി നമ്മൾ ഡെയിലി എന്തായാലും എനിക്ക് ഇവിടെ വരെ നടക്കൂല. അപ്പൊ ഡെയിലി മാം ഒന്നായാലും ഇനിഷ്യേറ്റീവ് എടുക്കണം. വരുന്നവരെ വന്ന ശേഷം നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് 5 റൗണ്ട് എക്സൈൽ ചെയ്യുക. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ഇൻഹേൽ ചെയ്യുക, എക്സൈൽ ചെയ്യുക, ഡൗൺ ഒരു 5 റൗണ്ട് ചെയ്യുക. ഇൻഹേൽ ചെയ്യുക, സൈഡിലോട്ട് കൊണ്ടുപോവുക. എക്സൈൽ ചെയ്യുക, സൈഡിലോട്ട് 5 റൗണ്ട് ചെയ്യുക. പിന്നെ നെക്കിലുള്ളത് പറഞ്ഞ പോലെ എക്സൈൽ ഡൗൺ ചെയ്യുക 5 റൗണ്ട്. ഇൻഹേൽ സെന്റർ, എക്സൈൽ ചെയ്യുക, സൈഡിലേക്ക് പോവുക. വീണ്ടും ഇൻഹേൽ സെന്റർ, എക്സൈൽ ചെയ്യുക, സൈഡിലേക്ക് പോവുക. സൈഡിലേക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി. മനസ്സിലായി? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ സൈഡ് പൊട്ടിക്കണമെന്നില്ല. ഓക്കെ, ദെൻ അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇൻഹേൽ എക്സൈൽ കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്യുക. അപ്പൊ വൈകുന്നേരം പോകുമ്പോഴും ഒരു ഇൻഹേൽ എക്സൈൽ കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ ഹൈപ്പർ ആക്റ്റീവ് കാണിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഒരു എന്ത് വരും, അവരുടെ ഹോർമോൺ അണ്ടർ കൺട്രോളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇൻഹേൽ എക്സൈൽ. ഒപ്പം നമ്മുടെ ചിലപ്പോൾ മെന്റലി ആയിട്ടുള്ള സ്ട്രെസ് ഒക്കെ മാറാനും അത് സഹായിക്കും. നമുക്കും ഉണ്ടല്ലോ ഒരുപാട് സ്ട്രെസ്, അപ്പൊ അത് മാറാനും സഹായിക്കും. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലിയർ ആക്കിയിട്ട് ചാനൽ ക്ലിയർ ആത്മാവിന്റെ തലത്തിൽ. മനസ്സിലായോ? അപ്പൊ അതിനെ നിങ്ങൾ എന്ത് ചെയ്യാം, ഡെയിലി കുറച്ച് സമയം ഒരു 10 മിനിറ്റ് എങ്കിലും ആ ബ്രീത്തിങ് ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കേട്ടാ? അപ്പൊ ചെയ്ത് നോക്കിയാലോ? ആശിക്ക
അതെന്ത് പാവാ, അതിന്റെ അമ്മയുടെ അടുത്ത് പോവാതെ അത് കരയുന്ന കണ്ടോ, അതിന്റെ അമ്മ കാത്തിരിക്കുന്നുണ്ടാവുന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെയാണ് പിറ്റേ ദിവസം അവൻ ബിഹേവ് ചെയ്യുന്നത്. അവൻ പറയും അമ്മ അതാ ഉറുമ്പ് കണ്ടോ, അതതിന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാന്ന് എന്നോട് പറഞ്ഞത്. അപ്പൊ ഒരു 2.5 വയസ്സുള്ള കുട്ടി ഞാൻ കാണുന്നത് ചെയ്യാനുള്ള ഒരു പ്രവണത അവനുണ്ടെങ്കിൽ നമ്മൾ ഓരോ കുട്ടികളെയും നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മൾ കാണിക്കുന്നത് നല്ലതാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, ആ ലോകത്തിന് അത് പകർത്താനുള്ള ഒരു മനസ്സിലേക്ക് എത്തിച്ചേരും. മനസ്സിലായോ? അപ്പൊ അത്തരത്തില് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഓരോ കാലഘട്ടവും നമ്മൾ ഓരോ ശ്വാസവും നമ്മുടെ പ്രകൃതിയുമായിട്ട് അങ്ങനെ ജീവിക്കുക, നമ്മുടെ സമൂഹവുമായിട്ട് അങ്ങനെ ജീവിക്കുക, നമ്മുടെ ഈ ഭൂമിയെ സ്നേഹിക്കാനുള്ള ഒരു സമയം നമ്മൾ Samasta Sukhino Bhavantu Loka Samasta Sukhino Samasta Sukhino Bhavantu Loka Samasta Sukhino Bhavantu Samasta Sukhino Bhavantu Loka Samasta Sukhino Bhavantu Samasta Sukhino